UDF കോട്ട എന്ന് കരുതുന്ന എറണാകുളത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കല്ലുകടിയാണ്. വൈപ്പിൻ, പെരുമ്പാവൂർ, കൊച്ചി മണ്ഡലങ്ങളിലാണ് തീരുമാനമാവാതെ പോകുന്നത്. പെരുമ്പാവൂരിൽ വീണ്ടും സീറ്റ് ഉറപ്പിക്കാൻ എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിൽ തുടരുകയുമാണ്. എനിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യവും പെരുമ്പാവൂരുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്നെ എന്നും പിന്തുണച്ചിട്ടുണ്ട്. അവരാണല്ലോ എന്നെ എല്ലാം ആക്കിയത്. ഈ തവണയും എനിക്ക് ദേശീയ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. KPCC മുഴുവൻ നേതാക്കന്മാർ എനിക്ക് സപ്പോർട്ടാണ്. എൻ്റെ കാര്യത്തിൽ അവസാനം ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ ഒരു കൃത്യമായി അന്വേഷിച്ച് കേസ് ക്ലിയർ ചെയ്തിട്ട് AICC എനിക്ക് അനുകൂലമായ തീരുമാനം എടുക്കട്ടെ. ദൈവം എന്നെ അനുഗ്രഹിക്കായിരിക്കും. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസും ദീപ്തി മേരി വർഗീസും പരിഗണനയിലുണ്ട്. വിപിൻ സി വിജയനും വിനിത വിജയും ഏറ്റവും പൊതു വിവരങ്ങളും ചേരുന്നു. ആദ്യം വിപിനിലേക്ക് പോകുന്നു. വിപിൻ, ഇവിടെ ഷിയാസിന്റെ പ്രവർത്തനത്തിനായി ഇറങ്ങണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രവർത്തനത്തിലൂടെ ഇറങ്ങണം എന്ന് ചില സോഷ്യൽ മീഡിയ പ്രചരണം നമുക്ക് നടക്കുന്നുണ്ട്. അത് ഷിയാസ് സ്ഥാനാർത്ഥം ഉറപ്പിച്ചതുകൊണ്ടാണോ, അതോ പ്രവർത്തകരുടെയും ഷിയാസ് അനുകൂലികളുടെയും ആഗ്രഹം പങ്കുവെക്കുന്നതാണോ? ദീപ്തി മേരി വർഗീസും കൊച്ചി സീറ്റിൽ വലിയ പ്രതീക്ഷയിലാണ്. വിപിൻ, അതെ ആഷ്മി, 4 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം UDFനെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ആ ചർച്ചകളൊക്കെ തന്നെ ഹൈക്കമാൻഡിൽ നടക്കുകയാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് കൊച്ചിയിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനു വേണ്ടി ഇന്ന് 4 മണിക്ക് റോഡ് ഷോ ഉണ്ട് എന്നുള്ള നിലയിൽ ഒരു ക്യാമ്പയിൻ അത് പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നത്. ഫോർട്ട് കൊച്ചി തോപ്പുംപടി ഭാഗത്ത് 4 മണിക്ക് എല്ലാവരും എത്തിച്ചേരണമെന്നും അവിടുന്ന് തുറന്ന ജീപ്പിൽ കൊച്ചിയിലേക്ക് സ്വാഗതം ഷിയാസ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു റോഡ് ഷോ ഇന്ന് നടക്കും എന്നുള്ളതുമാണ് ഈ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്ത് നിൽക്കുന്ന പ്രധാന പ്രശ്നം നേതാക്കൾ തമ്മിലുള്ള അനുനയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അവർ തമ്മിൽ ഒരു കൃത്യമായ ഒരു സമവാക്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. എൽദോസ് കുന്നപ്പള്ളി അല്ല എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന പേര് പിന്നീട് അവിടുത്തെ ഉല്ലാസ് തോമസിൻ്റെതാണ്. ഒരു I ഗ്രൂപ്പുകാരൻ തന്നെ അവിടെ വരണം എന്നുള്ളത് അവർ ശഠ്യം പിടിക്കുന്നു. ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടെയും A ഗ്രൂപ്പുകാരനുമായിട്ടുള്ള മനോജ് മൂത്തേടത്തിനു വേണ്ടിയും അവിടെ സമ്മർദ്ദം ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ തട്ടിയാണ് ഇപ്പോഴും ഒരു വെല്ലുവിളി ഈ പെരുമ്പാവൂർ സീറ്റിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊന്ന്, കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ KC വിഭാഗം ദീപ്തി മേരി വർഗീസിന്റെ പേര് ഉയർത്തി കാണിക്കുന്നു. VD സതീശനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായിയായിട്ടുള്ള ഷിയാസിന്റെ പേര് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു. തൃപ്പൂണിത്തറയിലും ഇപ്പോഴും സമവായത്തിലെത്താനായിട്ടില്ല. അവിടെ KC വിഭാഗം M ലിജുവിന്റെ പേര് പറയുമ്പോൾ K ബാബു ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറുടെ പേരാണ്, അതായത് ദീപക് ജോയിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വൈപ്പിനിലേക്ക് എത്തുമ്പോൾ അവിടെ ടോണി ചെമ്മണിയാണോ ഷാരോണാണോ എന്നുള്ള ചർച്ച പ്രധാനമായും നടക്കുന്നത്. ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലും ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും തന്നെയാണ് അവസാന നിമിഷത്തിലും ചർച്ചയാകുന്നത് എന്നുള്ളത് ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു നീരസം പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ ക്യാമ്പയിൻ കൂടി വരുന്നത്. ഒപ്പം തൃപ്പൂണിത്തറയിലെ താമസക്കാരനായിട്ടുള്ള രമേശ് പിഷാരടി പാലക്കാട് പ്രചാരണം തുടങ്ങുകയാണ്. പ്രചാരണത്തിന് വേണ്ടി അല്പസമയം മുൻപ് അദ്ദേഹം പാലക്കാട്ടേക്ക് തിരിച്ചു എന്നുള്ളത് കൂടിയാണ്. ഇതൊന്നും തന്നെ വിവാദങ്ങൾ ബാധിക്കില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് വണ്ടി കയറുകയും. എന്നാൽ രമേശ് പിഷാരടി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കുളത്തുമായി ബന്ധപ്പെട്ട ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി പരിണമിച്ച രീതിയിലുള്ള ഇരുത്തമെന്ന മറുപടിയൊക്കെ രമേശ് പിഷാരടിയിൽ നിന്ന് പ്രതീക്ഷിച്ചു. പാലക്കാട്ടേക്ക് പോവാണ് രമേശ് പിഷാരടി. പാലക്കാട് ജയിച്ചാൽ മമ്മൂട്ടി പാലക്കാട് വരും എന്നുള്ളതാണ് രമേശ് പിഷാരടിക്ക് ഇന്ന് രാവിലെ കൊടുത്തിരിക്കുന്ന ഉറപ്പ്. അപ്പം മോഹൻലാൽ വരുമോ ഇല്ലയോ ചോദിക്കുന്നത് പോലെ മെയ് 4 കഴിയുമ്പോഴേക്കും മമ്മൂട്ടി പാലക്കാട് പോവോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.